നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപ്രിയ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. നമുക്കിന്ന് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ക്യാൻസർ രോഗനിർണയത്തിനും അതിനോടനുബന്ധിച്ചുള്ള ടെസ്റ്റുകളെ പറ്റിയാണ്. മെയിനായിട്ട് നമുക്ക് ഒരു രോഗലക്ഷണമായ ഒരു പേഷ്യൻ്റ് OPയിൽ വരുമ്പോൾ ആദ്യം തന്നെ അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളാണെങ്കിൽ ക്യാൻസർ നിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ബ്രസ്റ്റിലൊരു തടിപ്പോ ബുദ്ധിമുട്ടോ ആയിട്ടൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അസുഖ നിർണയത്തിന് വേണ്ടിയുള്ള ചെറിയ സ്ക്രീനിങ് പരിശോധനകളുണ്ടായിരിക്കും. അതിനുശേഷം അത് മെയിനായിട്ട് നമുക്ക് ഈ മാമോഗ്രാമോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ശ്വാസമുട്ടലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നെഞ്ചിൻ്റെ എക്സ്റേ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ആദ്യം ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ രോഗനിർണയത്തിനായിട്ടുള്ള ബയോപ്സി ടെസ്റ്റ് ആയിരിക്കും. ബയോപ്സി ടെസ്റ്റ് മെയിനായിട്ട് നമുക്ക് ഈ കുത്തി പരിശോധന എന്ന് പറയുന്നത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ഈ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനും അതിലൂടെ നമുക്ക് അധികം കുറച്ച് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സാ രീതികൾക്ക് വേണ്ടി സഹായകരമാകുന്ന രീതിയിലുള്ള ടെസ്റ്റുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. ക്യാൻസർ നിർണയത്തിന് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജിങ് വർക്കപ്പിനായിട്ടുള്ള ടെസ്റ്റുകളാണ്. അത് നമുക്ക് പല രീതിയിൽ ഏത് അസുഖത്തിനെ സംബന്ധിച്ചുള്ള സ്റ്റേജിങ് വർക്കപ്പുകൾ ഓരോ അസുഖത്തിനും അതിൻ്റെ സ്വഭാവത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ചില പേഷ്യൻസിന് നമുക്ക് ഒരു ഹോൾ ബോഡി പെറ്റ് സ്കാൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് മെയിനായിട്ട് ഈ ലിംഫോമ അങ്ങനെയുള്ള അസുഖങ്ങളിലും അതുപോലെ ലങ് ക്യാൻസറൊക്കെ വരുമ്പോൾ നമുക്ക് അധികം സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിയാനായിട്ട് നമുക്ക് പെറ്റ് സ്കാൻ വേണ്ടി വരും. എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് പെറ്റ് സ്കാൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളതിന് മാത്രമേ നമുക്ക് പെറ്റ് സ്കാൻ എടുത്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു CT സ്കാനോ നെഞ്ചിൻ്റെ CT സ്കാനോ അല്ലെങ്കിൽ ഈ വയറിൻ്റെ CT സ്കാനോ ഒരു ബോൺ സ്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ മതിയാകും. അപ്പോൾ സ്റ്റേജിങ് വർക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പോകാമെന്ന് അതിൻ്റെ ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതികളാണ്. അത് സർജറിയോ റേഡിയേഷനോ കീമോതെറാപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം. അത് ഇതിനിടയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റെസ്പോൺസ് അസസ്മെൻറ്റ്, അതായത് നമുക്ക് ചികിത്സ എത്രത്തോളം ഫലവത്താണ് എന്നുള്ള അറിയുന്നതിനും അതുപോലെ എത്രത്തോളം ട്യൂമർ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇടയ്ക്ക് ഈ പറഞ്ഞ ടെസ്റ്റുകൾ പോലെ CT സ്കാനോ അല്ലെങ്കിൽ പെറ്റ് സ്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ആവശ്യമായി വന്നേക്കാം. ചികിത്സ പൂർണ്ണമായിട്ടും ഭേദമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോളോ അപ്പിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻസാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്യൂമർ മാർക്കേഴ്സോ അല്ലെങ്കിൽ ഈ ആവശ്യമുള്ള രീതിയിലുള്ള സ്ക്രീനിങ് ഉപാധികളോ, ഇപ്പം ബ്രസ്റ്റൊക്കെ ആണെങ്കിൽ മാമോഗ്രാമും പിന്നെ അൾട്രാസൗണ്ട് അങ്ങനെയുള്ള ഉപാധികൾ വെച്ചിട്ടായിരിക്കും ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്.